എൻ്റെ അച്ഛന് വേണ്ടി ജീവൻ കളഞ്ഞ മരങ്ങൾ. ഇത് സ്റ്റാർ ആപ്പിളാണിത്. കണ്ടോ, അച്ഛനെ അടയ്ക്കേണ്ട പേരിൽ അടുത്തുള്ള ചൂടടിച്ച് ഈ മരത്തിൻ്റെ തൊലിയെല്ലാം പോയി. 5 മാസമാവുന്നു. എൻ്റെ പിതാവ് ഈ ഭൂമിയിലേക്ക് എനിക്ക് ബീജത്തിലൂടെ എനിക്ക് ജീവിതം തന്നെ പിതാവിന് ഓർമ്മയ്ക്ക് അടക്കിയിരിക്കുന്ന സ്ഥാനത്ത് കാണുന്ന തെങ്ങാണിത്. ഈ കാണുന്ന ഭാഗത്ത് അമ്മ അടക്കിയിരിക്കുകയാണ്. ഇവിടെ തെങ്ങ് കേടാനിപ്പോണ്ടായിരുന്നു. അതിനെ മുറിച്ച് വെള്ളം മറിയുന്നതുകൊണ്ട് ഒരു രീതിയായിട്ട് വെച്ചു. പൊട്ടിയത് ഊതുമരം. കണ്ടോ, ഗൾഫിലുള്ളവർക്ക് ഊത് സ്പ്രേ ഒക്കെ അറിയാം. 20 വർഷം കഴിയുന്നു. എന്തോ വലിയ മരമായെന്നറിയാവേ. കണ്ടോ, ഇതൊരു പെൺമരമാണ്. ഇവളുടെ പേരാണ് പാറക്കുട്ടി. ഇവളുടെ പേര് പാറക്കുട്ടി. ഇതിരിക്കുന്ന പാറക്കുട്ടൻ, ഇവനാണ് പുരുഷൻ. കണ്ടോ, ഇവനെല്ലാം ഈ തീൻ്റെ ദഹിപ്പിച്ചതിൻ്റെ പേരിലുള്ള ചൂടടിച്ചാണ് ഇത്രയായത്. പാറക്കുട്ടൻ നിൽക്കുന്നുണ്ട്. കണ്ടോ, അല്ല നിപ്പ കണ്ട പാമ്പാടി വണ്ണമായി. ഈ വീഡിയോ ആണ് നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ ഊതുമരം കോഴിക്കോട് എടുക്കുന്നതെന്ന് പറയുന്നത് ഇതിൽ നിന്നും സ്പ്രേയും കാര്യങ്ങളൊക്കെ എടുക്കും. ഈ കിടക്കുന്ന എന്തുവെന്ന് വയ്ക്കും. കുപ്പി പഴക്കൊണ്ട് വന്നൊക്കെ ഡിസൈൻ ചെയ്യേ. കുപ്പി കൊണ്ട് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, കുപ്പി കൊണ്ട് നമ്മൾ അങ്ങനെ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് മഴക്കാലത്ത് ഇനി കുടിച്ചിടാൻ പറ്റൂ. നല്ല കട്ടിയുള്ള പുരടമാണ്. ഇതാണ് കസ്കസ് എന്ന് പറയുന്നത്. അറിയാവോ? എനിക്കൊന്നും അറിയത്തില്ല. നിങ്ങൾ കസ്കസ് ഇട്ട് വെള്ളം കുടിക്കും. ഇതിൻ്റെ ഈ പൂക്കുന്നത് രാമതുളസി എന്ന് പറയും. പണ്ട് കാലങ്ങളിൽ സുഗ്രീവൻ ബാലിയെ കൊന്നതിന് ശേഷം ആ യുദ്ധത്തിൻ്റെ ക്ഷീണം മാറാൻ വേണ്ടി ഇത് ഇട്ട് ആറ്റിലെ ചോരയെന്നുള്ള വെള്ളം ഒഴിച്ച് അത് കുടിച്ച്, അങ്ങനെയാണ് അതിൻ്റെ പേര് കസ്കസ് എന്നറിയപ്പെടുന്നത്. കസ്കസ് എന്ന് പറഞ്ഞാൽ അടിയോടടി ഇടിയോടിടി, അതാണ് അർത്ഥം. ഇതെല്ലാം പറക്കിട്ടേക്കുന്നതിനാണ് പിതാവ് മാതാവ് ഇവിടെ കിടക്കുന്നു. ഇപ്പോൾ എസ്കയുടെ സ്ഥലങ്ങൾ കാണിക്കുന്നത് ചോദിക്കുന്നുണ്ടോ. തനി നാടൻ ചക്ക. ഇതിന് മണ്ട നമ്മൾ വെട്ടിവിടണം. വെട്ടിവിട്ടാൽ ഇഷ്ടംപോലെ ചക്കയൊക്കെ പിടിച്ചിട്ടുണ്ട്. വിളഞ്ഞിരിക്കുക ചക്ക. നാളെ വറക്കാനുള്ളതാണ്. വറുത്ത് നമ്മളെ ഗ്രൂപ്പിലേക്ക് എല്ലാവർക്കും നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എല്ലാം ചെയ്യുന്നതായിരിക്കും. അപ്പം എൻ്റെ ഒരു ഏറിയാണ്. ഇതെല്ലാം നമ്മൾ കരിയിലേക്ക് തൂത്തിട്ട് വലിയിട്ട് കത്തിക്കുന്നതാണ്. ഇതാണ് നിത്യചെടി എന്നറിയപ്പെടുന്ന ഒരു ചെടി. കണ്ടോ, അത് എന്നും നിത്യമായിട്ട് പൂവുണ്ട്. എന്നും ഓരോ ഇലയ്ക്ക് ഒരു പൂവാണ് ഇതിൻ്റെ പ്രത്യേകത. ഓരോ ഇലയ്ക്ക് ഒരു പൂ. അപ്പോൾ നമ്മളൊരു ഷോർട്ട് കാര്യങ്ങൾ. ഇത് സാധാരണപ്പെട്ടവൻ്റെ വാഷിംഗ് മെഷീൻ എന്ന് പറയും. തെറ്റിരുന്നകം പറയും.